ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായി സന്തോഷമായും ഇരിക്കുക. അപ്പൊ ഞാന് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു സന്തോഷ വാർത്ത നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാനായിട്ടാണ്. നമുക്ക് എന്തെങ്കിലും സന്തോഷം വരുമ്പോൾ അത് നമ്മൾ മറ്റുള്ളവരോടും കൂടി ഷെയർ ചെയ്യണം, അല്ലെ? അങ്ങനെ ഒരു വാർത്ത ഞാൻ ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോള് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഒരു 5 മാസം മുന്നേ എന്റെ മകളുടെ കല്യാണമായിരുന്നു. കല്യാണമൊക്കെ വളരെ ഗംഭീരമായി തന്നെ നടന്നു. ചടങ്ങിൽ വന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുന്നു. അപ്പൊ എന്റെ മകള് കല്യാണമൊക്കെ കഴിഞ്ഞ് മകളെ കെട്ടിച്ചേക്കുന്നത് നമ്മുടെ എറണാകുളത്താണ്, നാട്ടിൽ എറണാകുളത്താണ്. അവര് സെറ്റിലായിരിക്കുന്നത് ജർമ്മനിയിലാണ്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു. ഒരു വിസയും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കാനായിട്ട് ഒരു മാസം എടുത്തു എന്റെ മോള് നാട്ടിൽ നിന്നു. അതിനുശേഷം മകളെ എന്റെ മരുമകനങ്ങ് വിദേശത്തേക്ക് കൊണ്ടുപോയി. ജർമ്മനിയിലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ മകൾക്കും ജോലി കിട്ടി. മകൾ എഞ്ചിനീയറാണ്. അപ്പം എന്റെ മരുമകന്റെ അച്ഛനും അമ്മയും എല്ലാവരും അവിടെ സെറ്റിൽഡ് ആണ്. നല്ല ആൾക്കാരാണ്, ഒരുപാട് നല്ല ആൾക്കാരാണ്. ഇപ്പൊ ഞാൻ പറയാമെന്ന് അതൊന്നുമല്ല. അപ്പൊ എന്റെ മകളെ അവിടെ ചെന്നതിന് ശേഷം അവര് നേരത്തെ റെന്റഡ് ബിൽഡിങ്ങിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ചെന്ന് ഒരു 2 മാസം കഴിഞ്ഞപ്പോ തന്നെ എന്റെ മകൾക്കൊക്കെ ഒരു സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കാനായിട്ട് ഒത്തു. ഒരു നല്ലൊരു മനോഹരമായ ഒരു വീട് വാങ്ങിക്കാനായിട്ട് പറ്റി. അപ്പം അതിന്റെ പാലുകാച്ചലാണ് ഈ വരുന്ന ഫെബ്രുവരി 9-ാം തീയതി. ഈ വരുന്ന ഫെബ്രുവരി 9-ാം തീയതിയാണ് വീടിന്റെ പാലുകാച്ചലാണ്. അപ്പം ഞാൻ എല്ലാവരെയും അതിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പം ജർമ്മനിയിലായ കാരണം തന്നെ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പൊ എന്റെ മോള് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മയും അച്ഛനും ഒക്കെ വരണമെന്ന് പറഞ്ഞു. അപ്പം സഹോദരങ്ങളും എല്ലാരും. എല്ലാവർക്കും കൂടെ നമുക്ക് അവിടേക്ക് പോകാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മൾ കൊണ്ടുപോവാണെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളെ, സ്വന്തക്കാരെ എല്ലാരെയും കൊണ്ടുപോകണമല്ലോ. അപ്പൊ അതിന് പറ്റാത്തത് കൊണ്ട് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു, അങ്ങനെയാണ് മോളെ, ഞങ്ങൾ എങ്ങനെയാ വരുന്നത്, എല്ലാരെയും കൊണ്ടുവരണ്ടേ. ഇപ്പൊ ഒരാളെ വിളിച്ച് കൊണ്ടുപോയാൽ വേറൊരാളെ കൊണ്ടുപോയില്ല, അവർക്ക് പിന്നെ സങ്കടമാകും. അവര് പിന്നെ പരാതി പറയും, അവരെ കൊണ്ടുപോയി ഞങ്ങളെ കൊണ്ടുപോയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ ഞങ്ങളും പോകുന്നില്ല, അവരെയും കൊണ്ടുപോകുന്നില്ലെന്ന് ഞാൻ ഓർത്തു, ആരെയും. അപ്പൊ ഞാൻ എന്റെ മോളോടും മരുമകനോടും പറഞ്ഞതുപോലെ, എന്നാൽ ഞങ്ങള് ഇവിടെ ഒരു ഫംഗ്ഷൻ പോലെ നടത്താം, നമ്മുടെ നാട്ടിലെ ഒരു ഫംഗ്ഷൻ പോലെ നടത്താമെന്ന് വിചാരിച്ചു. ഞങ്ങള് ആലപ്പുഴയിലാണ് താമസിക്കുന്നത്. അപ്പൊ ഇവിടെ നല്ലൊരു റെസ്റ്റോറന്റ് നോക്കി നമ്മൾ അവിടെ ഫംഗ്ഷൻ നടത്തും. അപ്പോഴേ എല്ലാവരും ഈ ചടങ്ങി വരണം. അപ്പൊ നമ്മള് സദ്യ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സദ്യയുണ്ട്, പിന്നെ സദ്യ ഇഷ്ടമുള്ളവർക്ക് സദ്യ കഴിക്കാം. അതല്ല, ബിരിയാണി ഉണ്ട്, ബിരിയാണി ഇഷ്ടമുള്ളവർക്ക് അതും കഴിക്കാം. അതുമല്ല, പിന്നെ വെജും നോൺ വെജും എല്ലാം ഉണ്ട്, എല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ എന്റെ മോള് പറഞ്ഞു, അമ്മേ, നമ്മള് സദ്യ മാത്രമാണെങ്കിൽ ചിലർക്കൊക്കെ ഈ ഇറച്ചി മീനൊക്കെ കഴിക്കണമെന്നുള്ളവരുണ്ടല്ലോ. അപ്പൊ അവർക്ക് വേണ്ടി നമ്മളങ്ങ് എല്ലാം അടിപൊളിയായിട്ട്, കാരണം അവരവിടെ വീട് മേടിച്ചപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായി. നമ്മുടെ മക്കളൊക്കെ വീട് വാങ്ങിക്കുക, നല്ല ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പൊ എന്റെ മോള് അവിടെ കാല് കുത്തിയത്, അതായത് എന്റെ മോടെ കല്യാണം കഴിഞ്ഞിട്ട് 5 മാസം ആയതേ ഉള്ളൂ. അവള് പോയിട്ടിപ്പം ജർമ്മനിയിലേക്ക് പോയിട്ട് 4 മാസം ആയതേ ഉള്ളൂ. അപ്പൊ അവൾ അവിടെ ചെന്ന് 1 മാസം കഴിഞ്ഞപ്പം തന്നെ അവിടെ വീട് വാങ്ങിച്ചു. അപ്പൊ എന്റെ മോള് കാല് കുത്തിയത് ഐശ്വര്യമായ അവർക്ക്. പിന്നെ എന്റെ മരുമകന്റെ അച്ഛനും അമ്മയും ഒക്കെയാണ് എന്റെ മോളെ പൊന്നു പോലെയാ നോക്കുന്നത്. സ്വന്തം മോളെക്കാട്ടി മരുമകനെക്കാട്ടി കാര്യം അവർക്ക് എന്റെ മോളെയാണ്. കാരണം അവര് പറഞ്ഞു, ഞങ്ങൾ ഇത്രയും വർഷങ്ങളായി, അച്ഛനും അമ്മയൊക്കെ ഒരുപാട് വർഷങ്ങളുണ്ട് അവിടെ താമസിക്കുകയാണ്. അപ്പം അവർക്ക് വീട് വാങ്ങിക്കാനൊന്നും പറ്റിയില്ല. അപ്പം മരുമോള് ഞങ്ങളുടെ വീടിന്റെ ഐശ്വര്യമാണ്, ഞങ്ങളുടെ വീട്ടിലെ വിളക്കാണ് ഞങ്ങളുടെ മരുമോളെന്ന് പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ അങ്ങോട്ട് കുളിര് കോരും അങ്ങോട്ടെന്നുള്ളതാണ്. അത്രയ്ക്ക് സന്തോഷമാകും. അപ്പോഴേ നമ്മള് അവരവിടെ ഭയങ്കര പരിപാടിയാണ്. ഫെബ്രുവരി 9-നാണ്, ഒരിക്കൽ കൂടി പറയുകയാണ്. അപ്പം അവിടെ അവര് ഭയങ്കരമായിട്ട് ആഘോഷത്തിലാണ് അവിടെ നടത്തുന്നത്. അപ്പം ചെറുക്കന്റെ വീട്ടുകാരൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം എന്നെ വിളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ 2 പേരും പിള്ളേരൊക്കെ പറഞ്ഞു, ഞങ്ങൾ വരുന്നില്ല, നിങ്ങളങ്ങ് ആഘോഷിച്ചു. അപ്പം അവരവിടെ, അപ്പൊ അവരവിടെ വീട് മേടിച്ചപ്പോൾ നമുക്ക് സന്തോഷമാകത്തില്ലേ. അപ്പൊ നമ്മളിവിടെ നമ്മുടെ അടുത്തുള്ളവരെ, നമ്മുടെ ബന്ധക്കാരെ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെ, നമ്മുടെ സമൂഹത്തിലുള്ളവരെയൊക്കെ കൂടെ നമ്മൾക്ക് വിളിച്ച് നമുക്ക് ഇവിടെ ഒരു സദ്യ ഒരുക്കാം.
അപ്പോഴേ ഞങ്ങള് ഓഡിറ്റോറിയം ഒന്നും നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല. നമ്മൾ ബുക്ക് ചെയ്യുന്നതായിരിക്കും, ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പം നമ്മൾ കുറെ സ്ഥലങ്ങൾ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. അപ്പം നല്ല സൗകര്യമുള്ള, ഈ വരുന്ന ആൾക്കാരെല്ലാം നല്ല കാറും ഒക്കെ ഉള്ളവരാണ്. അപ്പം നല്ല സൗകര്യത്തിൽ AC ഒക്കെ ഉള്ള ഒരു നല്ല ഓഡിറ്റോറിയമാണ് നമ്മൾ അത് അവിടെയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കര ചൂടെടുക്കുന്നത്, AC എന്നിട്ട് ഭയങ്കര ചൂട്. ഒരു ഇച്ചിരി ഇത് ഓറഞ്ച് ജ്യൂസാണ്. എനിക്ക് പച്ചവെള്ളം ഒന്നും കുടിക്കുന്ന ഇഷ്ടമേ അല്ല. പണ്ട് മുതലേ എവിടെ പോയാലും ഈ ഓറഞ്ച് ജ്യൂസ് അല്ലെ ഏത് തരം ആപ്പിൾ ജ്യൂസ്, മുന്തിരി ജ്യൂസ് അങ്ങനെയൊക്കെ ഉള്ളത്, അത് നാച്ചുറലായിട്ടുള്ളത്, നമ്മൾ ഈ കെമിക്കലായിട്ടുള്ള ഒന്നും നമ്മൾ കഴിക്കരുതെന്ന. ഈ പെപ്സി, കോള അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടമില്ല. അതെന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കഴിച്ചിട്ടില്ല, അതിന്റെ ടേസ്റ്റും എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ ഇച്ചിരി ഓറഞ്ച് ജ്യൂസ് ഒന്ന് കുടിച്ചിട്ട് AC ഇട്ടിട്ടുണ്ട്. ഭയങ്കര ചൂട്, എന്നിട്ട് ഭയങ്കര ചൂടാ. ഞാൻ 14 ലൈറ്റേക്ക് നിന്നിട്ടും അങ്ങ് ചൂടെടുക്കുക. കുടിക്കട്ടെ. തണുത്തതാണ്, ചുമ. അപ്പൊ ഒരാശ്വാസമായി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ മോളെ ജർമ്മനിയിൽ നല്ല വലിയൊരു കൊട്ടാരമാണ് വാങ്ങിച്ചിരിക്കുന്നത്. നല്ല വലിയൊരു വില്ല, വലിയൊരു വീടാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ മോളെ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അന്ന് നിങ്ങളുടെ എല്ലാവരും ബ്ലെസ്സിങ് ഉണ്ടാകണം. അപ്പൊ നിങ്ങളെ എന്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചു വരുത്തുമ്പോഴേ അവിടെയും നിങ്ങൾ എല്ലാവരും എന്റെ മോക്ക് വേണ്ടി ബ്ലെസ്സിങ് ചെയ്യണം. അപ്പൊ നമ്മൾ അവിടെ വീടിന്റെ ഒരു ഫോട്ടോയും എന്റെ മോടെ മരുമോന്റെയും വീട്ടിലെ അവരുടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ ഫോട്ടോയൊക്കെ വെക്കും. നമ്മൾ അന്നേരം അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ പാല് കാച്ചൽ ചടങ്ങ് നടത്തുന്നത്. അപ്പൊ അവരവിടെ പാല് കാച്ചുമ്പോൾ നമ്മൾ ഇവിടെ ചെറിയൊരു രീതിയിൽ നമ്മൾ ഒരു അടുപ്പൊക്കെ കത്തിച്ച്, നമുക്ക് അവിടെ പോകാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് നമ്മളും അടുപ്പൊക്കെ കത്തിച്ച് നമ്മളും കുറച്ച് പാലൊക്കെ വാങ്ങിച്ച് കാച്ചി എല്ലാവർക്കും കൊടുക്കും. അതിനുശേഷമായിരിക്കും സദ്യ. അപ്പോൾ എല്ലാവരും മറക്കാതെ വരണം. ഈ വരുന്ന ഫെബ്രുവരി 9-ാം തീയതി നമ്മളെ സ്ഥലം പുറകാലെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും വന്ന് ഈ ചടങ്ങിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണം എന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. അപ്പൊ എന്റെ മോള് വീട് മേടിച്ചത് നിങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് എനിക്കറിയാം, അതുപോലെ ഞങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷമാണ്. അപ്പം എന്റെ രണ്ടാമത്തെ മകളുടെ കല്യാണം 1 വർഷം കൂടെ കഴിഞ്ഞ് നമ്മൾ നടത്താനായിട്ടാണ്. അപ്പൊ ആ കല്യാണം വരുമ്പോൾ ഞാൻ നിങ്ങളെല്ലാരെയും വിളിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ചടങ്ങ് നിങ്ങൾ മറക്കരുത്, ഫെബ്രുവരി 9. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ആലപ്പുഴയിൽ ഞാൻ വേറെ ആരെയും ഒരുപാട് തള്ളാൻ ഞാൻ അനുവദിക്കുന്നതല്ല, ഞാൻ മാത്രമായിരിക്കും തള്ളുന്നത്. ഓക്കെ.